has got a plan for you. ഇന്ന് പകലിൽ ഓർക്കുക പ്രിയരെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. He has a plan for you, young man, young പ്രിയ lady. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരത്തി, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. That you will be a light unto the Gentiles. അത് ജാതികൾക്ക് നിന്നെ പ്രകാശമാക്കി വെക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. That you will run after the lost people of this nation. ഈ രാജ്യത്തിലെ നഷ്ടപ്പെട്ട ജനതയുടെ അടുക്കലേക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ ഒരു ആത്മനിയോഗം നിന്റെ മേലുണ്ട്. World Cup football final now. It is the 81st minute, the same match. World Cup football final 2022, the 81st minute. വേൾഡ് കപ്പ് ഫൈനലിന്റെ ആ കളിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. അതിന്റെ 82ാമത്തെ മിനിറ്റിൽ, 81ാമത്തെ മിനിറ്റിൽ 80th minute, Kylian Mbappe scored a penalty. Now the score is 2-1. അവിടെ നമ്മൾ കാണുന്നത് വേൾഡ് കപ്പ് ഫൈനലിൽ കിലിയൻ എംബപ്പെ എന്ന ഫ്രാൻസ് പ്ലെയർ അദ്ദേഹം തിരിച്ച് ഒരു ഗോൾ അർജന്റീനയെ കടിക്കുന്നു, ലീഡ് ഉയർത്തുകയാണ്. And then the ball comes to him again in the next minute. അടുത്ത ഒരു മിനിറ്റിൽ വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ബോൾ പാസ് വരികയാണ്. He doesn't want the ball to bounce on the ground. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പാഞ്ഞു വരുന്ന ആ ബോൾ നിലത്ത് സ്പർശിക്കുവാൻ അയാൾ അനുവാദം കൊടുക്കുന്നില്ല. Because time will be wasted if the ball bounces. ആ ബോൾ നിലത്ത് കുത്തിയാൽ വീണ്ടും ഗോൾ അടിക്കുവാനുള്ള സമയം ദീർഘമാകുമെന്ന് അയാൾ ചിന്തിച്ചു. So he took it, as they say in football, as a volley. അദ്ദേഹം ആ ബോൾ നിലത്ത് പതിക്കുന്നതിന് മുമ്പ് ഉയരത്തിൽ വെച്ച് തന്നെ കാലുകൊണ്ട് തൊഴിക്കുകയാണ്. To save that extra 0.5 seconds, he took it as a volley and he scored a goal. ആ കിലിയൻ എംബപ്പെ എന്ന ആ വലിയ കളിക്കാരൻ ആ ബോൾ നിലത്ത് സ്പർശിക്കാൻ സമയം കൊടുക്കാതെ തന്റെ കാലുകളിൽ അത് സ്വീകരിച്ച് മനോഹരമായി അത് ഗോളാക്കുന്നത് കാണുവാൻ കഴിയും. And the score became 2-2. അവിടെ ആ സ്കോർ ബോർഡിൽ 2-2 എന്ന സ്കോർ തെളിയുവാനിടയായി. I was in Delhi airport when I watched this on my phone, having preached in a church in Gurugram on that day. I was in Delhi airport when Mbappe made it 2-2. Forgive me, people of Kerala, I'm France fan. I hit the airport ground like this and said yes. അന്ന് അവിടെ ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മറ്റൊരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയതായിരുന്നു. പക്ഷേ ആ ഗോൾ കിലിയൻ എംബപ്പെ അടിച്ചപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ അർജന്റീന ഫാൻസുകാർ ദയവായി ക്ഷമിക്കുക, ഞാനൊരു ഫ്രാൻസ് ഫാനാണ്, ഞാൻ നിലത്ത് കൈയടിച്ച് അതിൽ സന്തോഷിക്കുവാനിടയായി. Forget about that match, but I appreciate Mbappe's desire to save that 0.5 seconds so that his team can come back into the match. Today the question is, God has got a plan for you so that you will run after the perishing, go after the lost. Will you give of your youth now for the work of the gospel? ഇന്ന് പകൽക്കാലം അതിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു സെക്കൻഡിന്റെ പാതി പോലും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു അന്ത്യകാലത്തിലേക്ക് ചെറുപ്പക്കാരെ നാം എത്തി നിൽക്കുമ്പോൾ എത്ര പേർ തീരുമാനമെടുക്കും, ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ എന്റെ യേശുവിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുവാൻ തയ്യാറാകും?